ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചീമച്ചക്ക തോരൻ വെക്കാവേ. അതിനായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ചീമച്ചക്ക എടുത്ത് വെച്ചിട്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ നേരെ പകുതി നമുക്ക് മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ചീമച്ചക്ക നമ്മളിങ്ങനെ കഷ്ണിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേണ്ടി ഈ പരുവത്തിന് ഇങ്ങനെ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെത്തി അരിഞ്ഞിടണം കേട്ടോ തോരൻ വെക്കാൻ. ഇങ്ങനെ നമുക്ക് ബാക്കി ഈ അടുത്ത് വെച്ചിരിക്കുന്നത് അരിഞ്ഞെടുക്കാവേ. ചീമച്ചക്ക എല്ലാം ഈ ഷേപ്പിൽ അരിഞ്ഞ് കഴുകി വാരി വെച്ചേക്കുക കേട്ടോ. ഇനി ചീമച്ചക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 6 കൊച്ചു കാന്താരി മുളകും 1 പച്ചമുളകും ഇട്ടേക്കുന്നത് കേട്ടോ. അത് എരിവ് വീട്ടിൽ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് എരിവ് കൂടുതൽ വേണ്ടവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതിനനുസരിച്ച് എടുത്താൽ മതി. ആവശ്യത്തിന് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ജീരകപ്പൊടി. ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മളെടുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ചീമച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീമച്ചക്കയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരപ്പെടുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ കൊള്ളാവുന്ന വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം സമയം വേവിച്ചെടുക്കാവേ. 10 മിനിറ്റായി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ നോക്കാം. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാവേ. അടിപൊളിയായിട്ട് സൂപ്പറാണ്. നല്ല എരിയും നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. തോരൻ്റെ പരുവത്തിന് സൂപ്പറായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. ഇനി നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.